എല്ലാവർക്കും നമസ്കാരം. ആയുർവേദ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള റിസർച്ച് അസിസ്റ്റന്റ് ഓഫീസറിലേക്കുള്ള സിലബസ് വന്നിരിക്കുകയാണ്. എക്സാം ഡേറ്റ് വന്നിരിക്കുകയാണ്. ഒരു ഭാഗ്യം എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ തന്നെ ക്ലാസ് ആരംഭിച്ചു. നമ്മൾ ഫോളോ ചെയ്ത അതേ സിലബസ് തന്നെയാണ് ഇപ്പോഴും വന്നേക്കുന്നത്. ഒരുപാട് സന്തോഷമുള്ള കാര്യം തന്നെയാണത്. എക്സാം ഡേറ്റ് സെപ്റ്റംബർ 24 തീയതിയാണ്. ഒരുപാട് ആപ്ലിക്കൻസ് ഒന്നുമില്ല, വളരെ കുറച്ച് ആപ്ലിക്കൻസേ ഉള്ളൂ. സീരിയസ് ആയിട്ട് പഠിക്കുന്ന ആൾക്കാരുടെ എണ്ണവും കുറവാണ്. പക്ഷെ ഒരു വലിയ പോസ്റ്റാണ്, PG ലെവൽ പോസ്റ്റാണ്. സിലബസിനെ പറ്റി ചുരുക്കി പറയുകയാണെങ്കിൽ 50 മാർക്കിന് ബയോ കെമിസ്ട്രിയും 50 മാർക്കിന് കെമിസ്ട്രിയാണ് ചോദിക്കുന്നത്. ഓക്കെ, 50 മാർക്കിന് ബയോ കെമിസ്ട്രി ഉണ്ട്, 50 മാർക്കിന് കെമിസ്ട്രി ഉണ്ട്. ഇത് ഈ കോച്ചിങ് കൊടുക്കുന്ന കേരളത്തിലെ ഏക സ്ഥാപനം മാസ്റ്റർ കെ അക്കാഡമിയാണ്. വേറെ ആരും കോച്ചിങ് കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പറയട്ടെ, നിങ്ങൾ കൃത്യമായി മാസ്റ്റർ കെ അക്കാഡമി ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ റെക്കോർഡ് ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സുകളും എക്സാംസുകളും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾ ഒരു വലിയ വിജയത്തിലേക്ക് പോകും. അപ്പോൾ പറയട്ടെ, സിലബസിലേക്ക് പോകാം. അതിന് മുമ്പ് പറയട്ടെ, ഇനി ക്രാഷ് കോഴ്സ് നമ്മൾ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. ജൂൺ മാസം 28 തീയതി ഞായറാഴ്ച. അപ്പോൾ ക്രാഷ് കോഴ്സ് ജോയിൻ ചെയ്യുക, ചെറിയ ഫീസ് മാത്രം അടച്ചാൽ മതി. ജോയിൻ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. നമുക്ക് നേരെ നോക്കാം. ബയോ കെമിസ്ട്രി 50 മാർക്കാണ്. അവിടെ വ്യക്തമായി പറയുന്നുണ്ട്, ഫസ്റ്റ് മൊഡ്യൂള് ടെക്നിക്സ് ഇൻ ബയോ കെമിസ്ട്രി 10 മാർക്ക്, പ്ലാന്റ് സെക്കൻഡറി മെറ്റബോളിറ്റ്സ് 10 മാർക്ക്, എൻസൈമോളജി 10 മാർക്ക്, അങ്ങനെ 30 മാർക്ക്. അതിനകത്ത് ഡിഫറൻറ്റ് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ സെൽ ബയോളജി 5 മാർക്ക്, ഫാർമക്കോളജി 10 മാർക്ക്. ഓക്കെ, അതേ കണക്ക് തന്നെ ഇമ്മ്യൂണോളജി, മൈക്രോബയോളജി, ബയോ ഇൻഫോർമാറ്റിക്സ്, ബയോസ്റ്റാറ്റിക്സ് 5 മാർക്ക്. ഇങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വന്നേക്കുന്നത്. ബയോ കെമിസ്ട്രി 50 മാർക്കിന്. ഇനി വന്നേക്കുന്നത് കെമിസ്ട്രി ആണ്. മൊഡ്യൂൾ 1 വന്നേക്കുന്നത് സ്പെക്ട്രോസ്കോപ്പി ആണ്. അവിടെ എത്ര മാർക്കാണ്? 10 മാർക്ക്. അവിടെ കൃത്യമായിട്ട് കമ്പ്യൂട്ടർ കെമിസ്ട്രി എല്ലാം പറയുന്നുണ്ട്. മൊഡ്യൂൾ 2 വരുന്ന എത്ര മാർക്കാണ്? 5 മാർക്കാണ് വരുന്നത്. അയോണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടറും ഹൈഡ്രോളിസിസും ഫിസിക്കൽ കെമിസ്ട്രിയാണ് വരുന്നത് കേട്ടോ. മൊഡ്യൂൾ 3 വരുന്നത് ഓർഗാനിക് കെമിസ്ട്രിയിലേക്ക് പോവാണ്. അത് 5 മാർക്കാണ് കേട്ടോ. മൊഡ്യൂൾ 4 ഓർഗാനിക് കെമിസ്ട്രിയാണ്. അതിന് 10 മാർക്കാണ് വരുന്നത്. അവിടെ ഒരുപാട് ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പഠിക്കണം. വൈറ്റമിൻസും ക്രൊമാറ്റോഗ്രാഫിയും എല്ലാ കാര്യങ്ങളും പഠിക്കേണ്ടി വരും കേട്ടോ. സ്പെക്ട്രോസ്കോപ്പി അവിടെ പഠിക്കേണ്ടി വരും കേട്ടോ. മൊഡ്യൂൾ 5 എത്ര മാർക്കാണ്? 10 മാർക്ക്. ഓക്കെ, അവിടെ ഗ്രീൻ കെമിസ്ട്രിയും ഗ്രീൻ സിന്തസിസും ഓക്കെ എല്ലാം വരുന്നുണ്ട്. മൊഡ്യൂൾ 6 വരുന്ന 10 മാർക്കാണ് ഓർഗാനോ മെറ്റാലിക്സ്. എനിക്ക് തോന്നുന്നു ഓർഗാനോ മെറ്റാലിക്സ് എല്ലാവരും പഠിക്കുന്നതാണ് അല്ലേ? പല പരീക്ഷകളിലായിട്ട് ബേസ് തൊട്ട് പഠിക്കുന്നതാണ്. ബേസ് തൊട്ട് PG ലെവലിൽ നിങ്ങൾ പഠിക്കുന്നതാണ്. ഓർഗാനോ മെറ്റാലിക്സ് 10 മാർക്കാണ്. ഒരു കാര്യം പറഞ്ഞുതരാം. ഈ സിലബസ് കാണുമ്പോൾ നിങ്ങൾ ആദ്യം ചിന്തിക്കുന്നത് എന്താ? സാറേ, ഇത് എപ്പോൾ പഠിച്ച് ചെയ്താനാ? ഞങ്ങൾ എന്തിനാ വെറുതെ ഫീസ് പഠിക്കുന്നത്? അവരോടൊക്കെ പറയട്ടെ, ഇങ്ങനെ എല്ലാവരും ചിന്തിച്ചാലോ? നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഞങ്ങൾ സിലബസ് പൂർത്തിയാക്കും. ഞങ്ങൾ ഫുൾ ക്ലാസ് എടുക്കും, റെക്കോർഡ് ക്ലാസ്സുകൾ നൽകും. ഒപ്പം തന്നെ ഞങ്ങൾ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യും. നിങ്ങൾക്ക് പറ്റുന്ന മൊഡ്യൂളുകൾ മാക്സിമം നന്നായിട്ട് പഠിക്കുക. ഒരു ഗസറ്റ് പോസ്റ്റല്ലേ, ഒരു വലിയ പോസ്റ്റല്ലേ, അതിനൊന്ന് ശ്രമിച്ചു നോക്കുക. ഓൾറെഡി നിങ്ങൾ സയന്റിഫിക് ഓഫീസർ കെമിക്കൽ എക്സാം ബയോളജി ബയോ കെമിസ്ട്രി പഠിച്ചതാ, കെമിസ്ട്രി അറിയാവുന്നവരാണ്. അപ്പോൾ നിങ്ങൾ ശ്രമിച്ചു നോക്കുക. ഉറപ്പായിട്ട് വലിയ വിജയം നേടാൻ പറ്റും. അപ്പം ഞങ്ങളൊപ്പം ഉണ്ട്, ഞങ്ങൾ പിന്മാറത്തില്ല. ഞങ്ങളൊപ്പം ഉണ്ട്. ഞങ്ങളെ വിശ്വസിച്ച് കുറേ കുട്ടികൾ ജോയിൻ ചെയ്തു. അവരെ പഠിപ്പിക്കാൻ വേണ്ടി ഞങ്ങളൊപ്പം ഉണ്ട്. അവർക്ക് വേണ്ടി ഞങ്ങളെല്ലാം ചെയ്യും. അതുകൊണ്ട് പറയുകയാണ്, നിങ്ങൾക്ക് കോഴ്സിൽ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ നമ്മുടെ ക്രാഷ് കോഴ്സ് ആരംഭിക്കാൻ പോകുന്നത് ഈ മാസം ജൂൺ മാസം 22 തീയതിയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. 50 മാർക്കിന് ബയോ കെമിസ്ട്രി, 50 മാർക്കിന് കെമിസ്ട്രി. നന്നായി പഠിക്കാം. ഞങ്ങളൊപ്പം ഉണ്ടായിരിക്കും. താങ്ക് യു.